ആദ്യം എനിക്കൊരു ഉറപ്പില്ലായിരുന്നു ഇങ്ങനെ ACC ആവാൻ പറ്റുമോ ഇല്ലേ, CAൻ്റെ അത്രയും ടഫായിട്ടുള്ള ഒരു കോഴ്സാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ 6 മാസത്തിൽ 4 സബ്ജക്ട്സ്, അതായത് 4 പേപ്പേഴ്സ് ചെയ്യാൻ പറ്റുന്ന സ്കീം അത് വന്നതിന് ശേഷം, മീൻസ് 6 മാസത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു 4 പേപ്പറും. അതുകൊണ്ട് തന്നെ ഇനി ഒരു ചുരുക്ക സമയത്തിനുള്ളിൽ അടുത്ത പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ പ്രയത്നിക്കണം, അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകാൻ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ആ പുഷ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം സ്പീഡിൽ നമുക്ക് പേപ്പേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ അഫിലിയേറ്റ് ആവാൻ പറ്റും. എനിക്ക് BT, MA, FA എന്നീ 3 പേപ്പേഴ്സിലും 86 വെച്ചാണുള്ളത്. പിന്നെ ലോയിൽ 80 ആണുള്ളത്. ലക്ഷ്യ അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് ഞാൻ കേട്ടിട്ടാണ് വന്നത്. സോ ഫാക്കൽറ്റീസിനെ കൊണ്ട് അത് പറ്റും എന്ന് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ടീച്ചേഴ്സ് ആദ്യത്തെ ടീച്ചർ നമ്മളോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ACC ആവണമെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഒന്ന്, ഒരു ക്ലാസ്സിനും നിങ്ങൾ ലീവ് എടുക്കരുത്. രണ്ടാമത്, നിങ്ങൾ ഒരിക്കലും ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കരുത്. മൂന്നാമത്, നിങ്ങൾ എപ്പോഴും അന്നെടുത്ത നോട്ട്സ് അന്ന് തന്നെ വായിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ACC ആവാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു ഫാക്കൽറ്റി ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെൻറ്റേഴ്സ് ആയാലും അങ്ങനെ തന്നെ ടെസ്റ്റ് എടുക്കും, പിന്നെ നമ്മളോട് പേഴ്സണലി വന്ന് സംസാരിക്കും, എവിടെയാണ് നമ്മൾ വീക്ക് പോയിന്റ്സ്, എവിടെയാണ് നമ്മൾ സ്ട്രെങ്ത്ത് എല്ലാം പറഞ്ഞുതരും. പിന്നെ ഇൻ കേസ് ലൈക്ക് മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാലും ഫാക്കൽറ്റിയായിട്ട് ബന്ധപ്പെട്ടാൽ അവർ പറഞ്ഞുതരും, ഇന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ വീക്കാണ്, ഇന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ അത്യാവശ്യം ഗൈഡ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരടുത്ത് പോയിരിക്കുക, ക്ലിയർ ചെയ്യാം. ഇൻ കേസ് 2 പേർക്കും ഡൗട്ട് ഉണ്ടെങ്കിലും ഫാക്കൽറ്റീനെ അല്ലെങ്കിൽ മെൻറ്ററിനെ കണ്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെയൊക്കെ നല്ല ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും നല്ലൊരു സ്പേസ് വർക്കിംഗ് എൻവയൺമെൻറ്റ് നല്ല അടിപൊളിയായിരുന്നു. ആദ്യം അതേപോലെ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ACC പറ്റുമോ ഇല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ BCom എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ BComലോട്ട് യാതൊരു ഇതും നോക്കുന്നൊന്നുമില്ല. ACC ആണ് മെയിൻ. കാരണം 4 പേപ്പേഴ്സ് ഇപ്പോൾ പാസ്സായി. പിന്നെ സ്കിൽ പേപ്പറും കൂടി പാസ്സായാൽ പ്രൊഫഷണൽ ലെവൽ ഈസി ആയിട്ട് പാസ്സാവും എന്നാണ് ഫാക്കൽറ്റീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ സ്കില്ലിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്.